അല്ലെങ്കിൽ പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് വരുന്നത്? പുതിയ വർക്ക്സ് അത്യാവശ്യം നല്ല വർക്ക്സ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതെല്ലാം കൺഫേംഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും അങ്ങനെ ഒരു പേടിയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് അങ്ങനെ വരാതിരുന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാടിയ പാട്ട് അല്ല വരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ. ഞാൻ ഇപ്പം പാടിയിട്ട് അത് പോവാറാണ് ചെയ്തത്. ഇപ്പം അത് വരാത്ത പാട്ടുകളാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടാവണം. ഇതിപ്പോൾ എനിക്ക് കൺഫേംഡ് ആയിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. പക്ഷെ അതെനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള അതിൻ്റെ സ്വാതന്ത്ര്യം എനിക്കില്ലയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ലിജോയുടെ കാര്യത്തിൽ എനിക്ക് 2 ആഴ്ച മുന്നേയും എനിക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതെനിക്ക് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസായിരുന്നു. പക്ഷെ ഞാനത് പറയാത്തത് എനിക്കങ്ങനെ പറയാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല അതൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അവരുടെ സ്വകാര്യതയും കൂടെ ഞാൻ മാനിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സ്വകാര്യതയും കൂടെ എനിക്ക് മാനിക്കണമല്ലോ. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏതിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ശരിക്കും സാധാരണഗതിയിൽ അതൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടാവാറില്ലേ? എന്തറിയുമോ അതിൻ്റെ ആഗ്രഹം ഉണ്ടാവാറില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക്കാണ്. ഏത് സിനിമയ്ക്കായിരിക്കും എന്നൊരു ചിന്ത മാത്രമേ പോവാറുള്ളൂ. അതിനുമപ്പുറം എനിക്ക് പാടാനൊരു അവസരം കിട്ടി അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് അതവിടെ പാടി അത് കഴിഞ്ഞു ഞാൻ ഇറങ്ങി. മേ ബി ആ കൗതുകത്തിൻ്റെയൊക്കെ ഒരു സ്റ്റേജ് ചിലപ്പോൾ ഞാൻ പാസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വളർന്ന അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്നും ഒരു മാസത്തിൽ 4 പടം ഹിറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ചാർലി അതുപോലെ വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ ഭാഗം കൂടെ ആയിരുന്നു ഞാൻ ദിവസേന അതിൻ്റെ അപ്ഡേറ്റ്സ് കണ്ടുകൊണ്ടിരുന്ന വിധം. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു കൗതുകം എന്ന് പറയുന്ന ഫാക്ടറൊന്നും എനിക്ക് ഇല്ല. എനിക്ക് യൂസ്ഡായി അതുപോലത്തുള്ള കാര്യങ്ങളിലോട്. മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും അന്വേഷിക്കാനുള്ളൊരു ത്വരയില്ലാത്തത്. ഇപ്പം മലയാളത്തിനാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്തെ മറ്റ് ഭാഷകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു മ്യൂസീഷ്യൻ ആരാണ്? കേരളത്തിലെ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തുള്ള മ്യൂസീഷ്യൻസ് ഇപ്പോൾ ഒരുപാട് പേര് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ. നമ്മുടെ വിഷ്ണു വിജയ് ഉണ്ട്, ജസ്റ്റിൻ ഉണ്ട്, പിന്നെ എന്താ പറയുക തമിഴിൽ സനയുണ്ട്. ഒക്കെ ഭയങ്കര നല്ല രസമായിട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ പിള്ളേർ പുതിയ മ്യൂസീഷ്യൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് നമുക്കിപ്പോൾ പാട്ട് പാട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് ചോദിക്കുന്ന മാതിരിയാണ് ഏത് മ്യൂസീഷ്യൻ്റെ പാട്ടാണ് ഏത് മ്യൂസീഷ്യനെയാണ് നോക്കിക്കാണുന്നതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മ്യൂസീഷ്യൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ആവശ്യകതയാണല്ലോ. അതാരാണ് ഏത് പാട്ട് പാടി, അദ്ദേഹം വേറെ ഏത് പാട്ട് പാടിയിട്ടുണ്ട്, ഈ പാട്ട് ഇങ്ങനെയാണ് അദ്ദേഹം പാടിയത്, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്, അപ്പോൾ ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അദ്ദേഹം കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഈ ഫാഷൻ സെൻസിന്റെ കാര്യത്തിലും വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് മോഡലിംഗും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാഷൻ ഐക്കണായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഫാഷൻ ഐക്കണായിട്ട് എനിക്ക് സോനം കപൂറിൻ്റെ ഡ്രസ്സിങ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ ഡിസൈനേഴ്സിൽ സബ്യസാച്ചി അതുപോലുള്ള എല്ലാ തരുൺ തൈലാനി ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. മലയാളത്തിലും നന്നായിട്ട് റിമ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. സാനി അയ്യപ്പൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും. രസമാണ്. ഇവരൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ അപ്ഡേറ്റ്സ് കാണാറുണ്ട്. ഇവരുടെയൊക്കെ പുതിയ എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ക്യാരി ഓവർ ചെയ്യുന്നത്, അവരുടെ സ്റ്റൈൽ ക്യാരി ഓവർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്.